ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. ഫത്ഹുൽ മുബീൻ അഥവാ ശറഹു 40 ഹദീസ് 40 ഹദീസിന്റെ വ്യാഖ്യാന ഗ്രന്ഥമായ ഫത്ഹുൽ മുബീന്റെ ക്ലാസ് നമ്പർ 5. പ്രവാചകന്മാരെ അല്ലാഹു തആല അയച്ചു. വാളിഹാത്തിൽ ബറാഹിനി, ലക്ഷ്യങ്ങൾ വെളിവാക്കുന്ന കാര്യങ്ങളൊക്കെ ബയാൻ ചെയ്തുകൊണ്ടാണ് പറഞ്ഞയച്ചത്. വാളിയത്തിൽ ബറാഹിൻ എന്ന തെളിവുകൾ വ്യക്തമായതുകൊണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ബറാഹിന് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്തായിരിക്കും? അയൽ ബറാഹിനുൽ വാളിഹത്തുല്ലതി ലാ ഇഷ്കാല ഫീഹാ, എല്ലാവർക്കും വ്യക്തമായതായ തെളിവുകളാണ്, അതിലൊരിക്കലും സംശയമില്ല. അപ്പൊ അങ്ങനത്തെ ചില തെളിവുകൾ ഒരു സംശയമില്ലാത്ത, അപ്പൊ സംശയം വരാത്ത വിധത്തിൽ വ്യക്തമായ തെളിവുകളെ കൊണ്ട്. ബറാഹിൻ എന്ന് പറയുമ്പോൾ എന്തിന്റെ ജമ്മാന്നും കൂടി അറിയണ്ടേ? ജമ്മു ബുർഹാൻ. ബുർഹാൻ എന്നതിന്റെ ജമ്മാണ് ബറാഹിൻ. എന്താ ബുർഹാന്റെ ഭാഷാർത്ഥം? ബഹുവ ലുഗത്തൻ അൽ ഹുജ്ജത്തു, ഭാഷയിൽ തെളിവ് എന്നാണ് അതിന് പറയുക. സാങ്കേതികാർത്ഥത്തിലോ വസ്തിലാഹൻ, സാങ്കേതികമായി ബുർഹാൻ എന്ന് പറഞ്ഞാൽ അതാണ് നമുക്കറിയേണ്ടത്. മാ തറക്കമൻ മുഖദ്ദിമതൈനി മതാ സലിമതാ ലസിമഹുമാ ലിദാതിഹിമാ ഖൗലുൻ സാലിഹുൻ. രണ്ട് മുഖദ്ദിമ എന്ന് പറഞ്ഞാൽ രണ്ട് കളിയ കൂട്ടുക, രണ്ട് കളിയ കൂട്ടിച്ചേർത്തുണ്ടാക്കി ആ രണ്ട് കളിയ എല്ലാ സംഗതികളെ തൊട്ടും ന്യൂനതകളെ തൊട്ടൊക്കെ രക്ഷപ്പെട്ട് സത്യമായി വന്നാൽ ആ രണ്ട് മുഖദ്ദിമയുടെ ദാത്തിന് വേണ്ടി തന്നെ മൂന്നാമത്തെ ഒരു കൗല് അതിനെന്താകും? ലാജിമായിട്ട് വരും. എന്ന് പറഞ്ഞാൽ സൂറയും കുബ്രയും കൂട്ടിയതായ രണ്ട് കളിയ, അതാണ് മുഖദ്ദിമ. അത് രണ്ടും കൂട്ടിയത് മട്ടം പോലെ കൂട്ടിയ ലെവലായി വന്നാൽ അതിന് കിട്ടും മൂന്നാം കൗലെന്ന് നതീജ. അതാണ് അതിന് പറയാനുള്ളത്. അതിന് ഉദാഹരണം കൽ ആലമി മുതഗയ്യിറുൻ, മുതഗയ്യിറുൻ കുല്ലു മുതഗയ്യിറിൻ ഹാദിസുൻ. ആലം തഗയ്യുറാണ്, ആലത്തിന് ഓരോ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ എന്താണ്? ഹാദിസുമാണ്. ഇപ്പൊ സൂറയും കുബറിയും കൂട്ടിയ രണ്ട് മുഖദ്ദിമായ രണ്ട് കളിയ എന്ന് പറയാം മദ്ദിക്കര്. ഇനി ഇവിടെ എന്തിച്ചു ഈ രണ്ട് കളിയപ്പോ രക്ഷപ്പെട്ടു, കുഴപ്പമില്ല. ഇനി ഇത് രണ്ടും രക്ഷപ്പെട്ടതാ, ഇത് രണ്ടിന്റെ ദാത്തിന് തന്നെ ലാജ്യമായിട്ട് കിട്ടുമെന്ന്, അതായത് നതീജ കിട്ടും. അൽ ആലമു ഹാദിസുൻ, ആലം ഹാദിസാണ്, ഖദീമല്ല എന്ന് കിട്ടും. അപ്പൊ ആലം ഹാദിസ് എന്ന് പറയുമ്പോ അത് മൂന്നാം കൗലാണ്. ഇതാണ് ഇപ്പൊ രണ്ട് മുഖദ്ദിമ കൂട്ടിച്ചേർത്തിട്ട് അത് രക്ഷപ്പെട്ടു വന്ന മൂന്നാം കൗൽ. ഇതാണ് ഒരു തെളിവ്. അപ്പൊ ആലം ഹാദിസാണെന്നിലേക്ക് തെളിവ് കിട്ടാനാണ് ആലം മുത്തഗയ്യിർ ആദ്യം വെച്ചിട്ട് കളിയ കൊടുത്തു. രണ്ടാമത്തെ ഒരു കളിയ കുല്ലു മുത്തഗയ്യിർ ഹാദിസ് എന്ന് വെച്ചു. അപ്പൊ സുഹറയായ കളിയിലെ മുബ്തദി എടുക്കുക, അതുപോലെ തന്നെ കുബ്രയായ കളിയിൽ നിന്ന് ഒരു ഖബർ കൊടുക്കുക, സൂറയായ കളിയിൽ നിന്ന് എടുക്കുക, ഒരു ഇത് കൊടുക്കുക. അപ്പൊ അൽ ആലം എന്നെടുത്തു. രണ്ടാമത്തെ കളിയിൽ ഹാദിസ് എടുത്തപ്പോ ആലം ഹാദിസാന്ന് കിട്ടൂലേ? ഇതാണ് ഇപ്പൊ തെളിവ് എന്ന് പറഞ്ഞത്. അലാമാ ഹുവ മുഖററു ഫീ മഹല്ലി മിൻ കുതുബിൽ മീസാൻ, മന്ദിക്കിന്റെ ഗ്രന്ഥങ്ങളിൽ അതിന്റെ സ്ഥാനത്ത് അത് ഉറപ്പിച്ച് പറഞ്ഞതനുസരിച്ച് ആണ് ഇപ്പൊ ഇവിടെ പറഞ്ഞൊരു ഉദാഹരണമായിട്ട്. അപ്പൊ തെളിവുകളാണ്. ഇത്തരം തെളിവുകൾ കൊണ്ടുവന്നിട്ടാണ് പ്രവാചകന്മാരുടെ വന്നിട്ടുള്ളത്. അഹ്മദുഹു എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അള്ളാഹുവിനെ വാഴ്ത്തുന്നു. ഐ അസിഫുഹു ബി ജമീ സിഫാത്തിൽ ജമീല, അള്ളാഹ്ക്കുള്ള നല്ല അഴകായ എല്ലാ സിഫത്തുകളെ കൊണ്ടും ഞാൻ അള്ളാഹു തആലയെ വാഴ്ത്തുന്നു എന്നപ്പോ അതിന്റെ അർത്ഥം. വദക്കറൽ ഹംദ മറത്തേനി, മുസന്നിഫ് ഇവിടെ ഹംദിനെ 2 വട്ടം പറഞ്ഞു. ഒന്ന് അൽഹംദുലില്ലാഹ് എന്നും പറഞ്ഞു, ഇപ്പൊ ഇവിടെ അഹ്മദു എന്നും പറഞ്ഞു. അതെന്തിനാ 2 വട്ടം പറഞ്ഞത്? ലിൽ ജംഇ ബൈന നൗഇഹി അൽ വാഖി ബി മുഖാബലത്തി സിഫാത്തിഹി തആല വൽ വാഖി ബി മുഖാബലത്തി നിഅമിഹി അല്ലതി മിൻ ജുംലതിഹ തൗഫീഖു ലിഹാദ തൈരീഫി. ഇതാണ് 2 ഇനമുണ്ട്. ഹംദിന്റെ 2 ഇനങ്ങൾക്കിടയിൽ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ, ഒന്ന് അല്ലാഹു തആലാന്റെ സിഫാത്തുകളുടെ മുഖാബല സംഭവിക്കും ഒരു ഹംദ്, മറ്റൊന്ന് അല്ലാഹു തആല ചെയ്തു തരുന്ന നിഅമത്തുകളുടെ മുഖാബലയിൽ നേരുപാട്ടിൽ സംഭവിക്കുന്നുണ്ട്. ആ ജുംലയിൽ പെട്ടതാണല്ലോ ഇങ്ങനെ ഒരു ഗ്രന്ഥം രചിക്കുക എന്നതിലേക്ക് തന്നെ അല്ലാഹു തആല തൗഫീഖ് നൽകുക എന്നുള്ളത് വലിപ്പെട്ടതാണ്. അപ്പൊ ഒന്ന് നിഅമത്തിന്റെ മുഖാബല, ഒന്ന് സിഫത്തിന്റെ മുഖാബല, ഇങ്ങനെ 2 ഹംദുകളാണ്.
ഈ രണ്ട് ഹംദിന്റെ ഇനത്തിന് ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി ആദ്യം ഒരു ഹംദ് പറഞ്ഞു, ഇപ്പൊ രണ്ടാമതൊരു ഹംദ് പറഞ്ഞു. ആദസ്ഥാനി ഈ രണ്ടാമത്തെ ഹംദ് ഹുവ ശുക്ർ, നന്ദി വരും. കാരണം അള്ള ചെയ്തു തന്ന നിഅമത്തുകളാണ്. ആ നിഅമത്തുകൾക്ക് നന്ദി രേഖപ്പെടുത്തലായിരിക്കും ഈ രണ്ടാമത്തെ ഹംദ്. അത് ശുക്റാണ്, നന്ദിയാണ്. കമാ മറ മുമ്പ് പറഞ്ഞത് പോലെ അങ്ങനെ ശുക്ർ ചെയ്യുമ്പോൾ കൂടുതൽ കിട്ടൂലേ. ഖാല തആല, അള്ള ഖുർആനിൽ പറഞ്ഞല്ലോ, ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി രേഖപ്പെടുത്തിയാൽ നിങ്ങൾക്ക് കൂടുതൽ നിഅമത്ത് ചെയ്യുമെന്ന് പറഞ്ഞു. എന്നാ പിന്നെ വഖസ്സൽ അവ്വല ബിൽ ജുംലത്തിൽ ഇസ്മിയത്തിൽ ദാലത്തി അല സുബൂതി വൽ ഇസ്തിംറാരി വസ്സാനിയ ബിൽ ഫിഇലിയത്തി ദാലത്തി അല തജദ്ദുദി വതആഖുബി. എന്ന രണ്ട് ഹംദും രണ്ട് രീതിയിലാണ്. ആദ്യത്തെ ഹംദിന് അഥവാ അല്ലാഹു തആലാന്റെ സിഫാത്തിന്റെ മുഖാബിലയിൽ കൊണ്ടുവരുന്ന ഹംദ് എന്ന് പറഞ്ഞല്ലോ, ആ ഹംദ് അൽഹംദുലില്ലാഹ്. അപ്പൊ ആ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ ഇസ്മിയായ ജുംലയുമായി കൊണ്ടാണ് പ്രത്യേകമാക്കിയത് അൽഹംദുലില്ലാഹ് എന്നത്. അങ്ങനത്തെ ഇസ്മിയായ ജുംല ആ ജുംല അറിയിക്കുന്നുണ്ട്, അത് നിലകൃതിയാണ്, ഹംദ് സ്ഥിരമായതാണ് എന്നതിനെ അറിയിക്കും. അങ്ങനത്തെ ഒരു ജുംല കൊണ്ടുവന്നു. രണ്ടാമത്തത് ഫീലിയായ ജുംലയാണല്ലോ, ഫീലിയായിരിക്കുന്ന ജുംല കൊണ്ട് രണ്ടാമത്തെ ഹംദിനെ പ്രത്യേകമാക്കി. ഫീലിയായ ജുംലയാണെങ്കിലോ നിഅമത്തുകൾ അവിടെ പുതുതായി കൊണ്ടിരിക്കുക, ഉടനെയായി വരിക, തജദ്ദുദ് ഉണ്ടാവുക എന്നതിന്റെ മേൽ അറിയിക്കുന്നതാണ് ഫീലിയ. അപ്പൊ അങ്ങനെ ഒരു ഫീലിയെ കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് രണ്ടാമത്. അപ്പൊ അഹ്മദുഹു എന്ന് പറയുമ്പോൾ അള്ളാഹിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന പറയുമ്പോൾ പുതുങ്ങി വരും. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ അവിടെ സുബൂത്തുമായി. എന്തിനാ അങ്ങനെ രണ്ടും രണ്ട് രീതിയിലായിട്ട് പ്രത്യേകമാക്കി കൊണ്ടുവന്നത്? ഒരു ചോദ്യം അവിടെ ഉണ്ട്. അതിന്റെ മറുപടി സിഫാത്തി വസ്തിംറാരിഹ, അല്ലാഹു തആലാന്റെ സിഫത്തുകളൊക്കെ ഖദീമല്ലേ. അല്ലാഹു തആലാന്റെ സിഫാത്ത് ഖദീമാവുന്നതും അത് ഇസ്തിംറാർ ആവുക എന്നുള്ളതും ഖദീമാണല്ലോ. അപ്പൊ ഖദീമായതുകൊണ്ടും ഇസ്തിംറാർ ആയതുകൊണ്ടുമാണ് ഇസ്മിയായ ജുംലയോട് കൊണ്ടുവന്നത്. പിന്നെ തജദ്ദുദുൻ നിഅമി വതആഖുബിഹ, നിഅമത്തുകൾ പുതുങ്ങി വരിക, സിഫത്തിന്റെ മാതിരിയല്ല, ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നിന്റെ ഉടനെയായിട്ടൊക്കെ വരും. അങ്ങനെ പുതുങ്ങുക എന്നൊരു കാര്യം ഉടനെയായി വരിക എന്നുള്ളത് കൊണ്ടാണ് ഫീലിയായിട്ടും പറഞ്ഞത്. വഫിൽ അബ്ലഗി മിനൽ ഹംദൈനി, ഇവിടെ രണ്ട് ഹംദ് ചെയ്തു. ഈ രണ്ട് ഹംദിൽ നിന്നും അബ്ലഗിൽ കലാമുൻ സംസാരമുണ്ട്. ഏതാണ് അബ്ലഗായ ഹംദ്? സിഫാത്തിന്റെ മുഖാബിലയായിട്ട് ഇസ്മിയ ജുംല കൊണ്ടുവന്ന ഹംദാണോ, തജദ്ദുദ് തഖാഖുബ് എന്ന അർത്ഥത്തിന് വന്ന് നിഅമത്തുകൾ പുതുങ്ങി വരിക എന്നതിൽ ഫീലിയ ജുംല ഇട്ടു. ഇങ്ങനെ രണ്ട് ജുംലയിലും ഏതാണ് ഹംദ്, ഏതാണ് നല്ല ഹംദ്, അബ്ലഗായ ഹംദ്, നല്ല ഹംദ് അബ്ലഗായ മികച്ചു നിൽക്കുന്ന ഹംദ് എന്നതിനെ കുറിച്ച് സംസാരമുണ്ട്. ഞാനത് ഇവിടെ പറയുന്നില്ല. അതിന് സൂചനയായിട്ട് ഞാൻ പറഞ്ഞു തരാം. ബയ്യൻതു ഫീ ശറഹിൽ അൽഫിയ വൽ ഇർഷാദ്, ഇർഷാദ് അൽഫിയ രണ്ട് കിതാബുകളുണ്ട്. അതിന് രണ്ടിനും ഓരോ ശറഹ് എഴുതിയിട്ടുണ്ട്. ആ രണ്ട് ശറഹ് നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. ഞാൻ അവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് അവിടെ നോക്കിയാൽ മതി, ഇവിടെ ഞാൻ പറയുന്നില്ല എന്ന് മുസന്നിഫ് സൂചിപ്പിച്ചുകൊണ്ട് നമ്മളെ അവിടെ എന്താക്കിയെന്നറിയാമോ, ഒഴിവായി. ഇനി പറയുന്നുണ്ട് ഫത്ഹുൽ ജവാദ് ബി ശറഹിൽ ഇർഷാദ് 9:1, 9-ാം വാല്യം 1-ാം പേജ് മറക്കാം. അപ്പൊ അതിൽ കാണുമ്പോൾ എന്താ, ശറഹിൽ ഇർഷാദോട് കൂടി ഫത്ഹുൽ ജവാദ് ഉണ്ട്. അത് കിട്ടിയാൽ അൽഹംദുലില്ലാഹ് നമുക്ക് നോക്കാം. അത് നമ്മളെ കയ്യിലില്ല. പിന്നെ അലാ ജമീഇ നിഅമിഹി, അല്ലാഹു തആല ചെയ്തു തന്ന സർവ്വ നിഅമത്തുകളുടെ മേലും ഞാൻ അല്ലാഹുവിനെ പുകഴ്ത്തുന്നതായി. ഇവിടെ നിഅമ് എന്നുള്ളത് ജംഉ നിഅമത്തിൻ, നിഅമത്തിന്റെ ജംആണ് നിഅമ്. നമ്മളെല്ലാരും പറയും വലിയ നിഅമത്തിലല്ലേ നീ, വലിയ അനുഗ്രഹത്തിലല്ലേ നീ എന്ന് പറയും. അതൊക്കെ ഭാഷാപരമായ അർത്ഥമല്ലേ. എന്നാൽ നിഅമത്ത് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അത് ലയ്യിനുൽ ഐശി വഹിസ്മുഹു, സുഭിക്ഷമായ അഥവാ ക്ഷേമജീവിതം, ബുദ്ധിമുട്ടൊന്നുമില്ല, സുഖമായ ജീവിതം, അതിന് പറയുന്ന പേരാണ് നിഅമത്ത്. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, അവിഷയ്ഉൽ മുൻഅമ ബിഹി, അല്ലെങ്കിൽ നിഅമത്ത് അനുഗ്രഹം നൽകപ്പെട്ടതായ വസ്തു. ഏതൊന്നുകൊണ്ടാണോ നിഅമത്ത് കിട്ടപ്പെട്ടതെങ്കിൽ അതിന് പേര് പറയാം, മഫ്ഊലാക്കിയിട്ടും അർത്ഥം വെക്കാം. കാരണം അങ്ങനെ വരിക എന്ന് പറയും. കാരണം ഇത് കസീറൻ മാ യഅതി ഫിഇലും ബിമഅനിൽ മഫ്ഊലി, ഏതൊരു കർമ്മവും ഫീല് വരിക മഫ്ഊലിന്റെ മാനാക്കാണ് ഫീല് കൂടുതലും വരിക. ആ നിലക്ക് വെക്കുമ്പോ നിഅമത്തിന് എന്ത് വെക്കാം, നമുക്ക് ഫീല് എന്ന വതില് വരുമ്പോ ആ ഫീല് കർമ്മമായിട്ട് വെക്കുകയാണെങ്കിൽ ഇൻആമ് ചെയ്യലാണല്ലോ, അള്ള ചെയ്തു കൊടുക്കാതെ നിഅമത്ത് ചെയ്തു കൊടുക്കാതെ ഫീലാണ്. അപ്പൊ ആ ഫീൽ അർത്ഥം വെക്കണം നിഅമത്ത് ചെയ്യപ്പെട്ടത്. ഉദാഹരണമായി പറഞ്ഞാല് കസ്സബിഹി വന്നഖലി വറഗി വത്തഹിനി, അറുക്കുക,
പിന്നെ പൊളിക്കുക, മേയുക, പൊടിക്കുക. അതിനൊക്കെ അർത്ഥം എന്താ? ദബുക്ക് തന്നെ അറുക്കപ്പെട്ട ജീവി എന്നാണ്. നഖല് എന്ന് പറഞ്ഞാൽ പൊളിക്കപ്പെട്ടത് എന്നാണ്. റഹി എന്ന് പറഞ്ഞാൽ മേഞ്ഞ് പിന്നെ മേയപ്പെട്ടത് എന്നാണ്. ത്വഹൽ എന്ന് പറഞ്ഞാൽ പൊടിക്കപ്പെട്ടതെന്നല്ലേ. അപ്പോഴൊക്കെ മഫ്ഊലിന്റെ അർത്ഥമല്ലേ ഫീലിനൊക്കെ ഉള്ളത്, കർമ്മമാണുള്ളത്. അതുകൊണ്ട് ഇവിടെ ഇസ്മഫൂലിന്റെ അർത്ഥം ബക്കാൻ അഹ്മത്തിന് എന്നാണ് ഷാരിഹ് വിശദീകരിക്കുന്നത്. അമാനാലിക്ക അങ്ങനെ ഉള്ളതോടൊപ്പം തന്നെ ലാ യുങ്കാസ് ഖിയാസാക്കപ്പെടാൻ പറ്റൂല. അത് വേറെ വിഷയം. ഇപ്പൊ ഖാൽ ഫഖറുർ റാസി, ഇനി നമുക്ക് നോക്കാം ഇവിടെ അർത്ഥം വെച്ച് ശരിക്ക് കാണാം. തഫ്സീറിന്റെ വ്യാഖ്യാതാവായ അഗ്രഗണ്യനായ ഫഖറുർ റാസി തങ്ങൾ പറഞ്ഞു, നിഅമത്ത് എന്ന് പറഞ്ഞാൽ ഹിയൽ മൻഫഅത്തുൽ മഫ്ഊലത്തു അലാ ജിഹത്തിൽ ഇഹ്സാനിൽ ഗൈരീന, മറ്റൊരാളിലേക്ക് നന്മ ചെയ്തു കൊടുക്കുക എന്ന വഴിയിലൂടെ പ്രവർത്തിക്കപ്പെടാൻ പറ്റുന്നൊരു ഉപകാരം എന്ന് വിശദീകരിച്ചുകൊണ്ടാണ് മഫ്ഊലത്തിന്റെ അർത്ഥം വെച്ചിട്ടുണ്ടല്ലോ ഫഖറുർ റാസി. അപ്പൊ തെളിവായല്ലോ. ഇനി ഇവിടെ പറയാനുള്ളത് മറ്റൊന്നാണ്. റാസി തങ്ങൾ അൽ മൻഫഅത്തുൽ മഫ്ഊൽ എന്ന് പറയുമ്പോൾ മൻഫഅത്തിന് ഖൈദില്ലല്ലോ എന്നാണ്. ഫഖീല ഖീലുണ്ട് ലാ ബുദ്ദ മിൻ തഖീദിൽ മൻഫഅത്തി ബിൽ ഹസനത്തി, മൻഫഅത്തിന് ഹസനത്തിന് ഖൈദ് കൊടുക്കണം എന്നാണ്. നല്ലതുകൊണ്ട് ഉള്ള ഉപകാരം ഒരു ഖൈദ് കൊടുത്ത് പറയണം. അത് ഫഖറുർ റാസിയുടെ ഇബാറത്തിൽ ഇല്ലല്ലോ എന്നില്ല. ഫഖീല, എന്തിനാ ഖീല അങ്ങനെ പറഞ്ഞതിന്? അന്നഹു ലാ യസ്തഹിഖു ശുക്ര ഇല്ലാ ബിഹാ, ഒരു നന്ദിയെ ഉടമയാക്കുക എന്നുള്ളത് നല്ലതായിരിക്കുന്ന മൻഫഅത്ത് കൊണ്ടല്ലാതെ നന്ദിയെ ഉടമയാക്കാൻ കഴിയൂല. വെറും ഉപകാരം എന്നല്ല, ഹസനത്ത് കൊണ്ടുള്ള ഉപകാരം എന്ന് തരണം. നവൽ ഹഖ്, യഥാർത്ഥം പറഞ്ഞാൽ അദ്മു ഇത്തിബാരി ആദൽ ഖൈദി, അങ്ങനെ ഹസനത്ത് കൊടുത്തിട്ട് മൻഫഅത്തിന് ഖൈദാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് പരിഗണനയല്ല ഈ ഖൈദ് എന്നാണ്. അത് പരിഗണിക്കില്ല എന്നാണ് യഥാർത്ഥം. എന്തുകൊണ്ട്? ലി ജവാസിയ യസ്തഹിഖ ശുക്ര ബിൽ ഇഹ്സാനി വ ഇൻകാന ഫഇലു മഅ്ദൂറ, ഗുണം ചെയ്തു കൊടുക്കുക എന്നതുകൊണ്ട് തന്നെ നന്ദിയെ ഉടമയാക്കൽ ഉണ്ടാവുമല്ലോ. ആ പ്രവൃത്തി തന്നെ പേടിക്കപ്പെടാൻ പറ്റുന്ന പ്രവൃത്തി ആയിക്കോട്ടെ, എന്നാലും ഇഹ്സാൻ എന്നതുകൊണ്ട് തന്നെ നന്ദിയെ ഉടമയാക്കാൻ പറ്റുമല്ലോ. പിന്നെ എന്തിനാണ് ഹസനത്തിന് ഒരു ഖൈദ് കൊടുക്കേണ്ട ആവശ്യം ഇല്ലല്ലോ. എന്താ അങ്ങനെ പറയാൻ കാരണം? അന്ന ജിഹത്ത ഇസ്തിഖാഖ് ശുക്രി, ശുക്രിനെ ഉടമയാക്കുക എന്നൊരു ജിഹത്ത മാർഗം. വൈറു ജിഹത്ത് ഇസ്തിഖാഖ് സമ്മി, സമ്മിനെ ഉടമയാക്കുക എന്ന ജിഹത്ത് അല്ലല്ലോ. സമ്മിനെ ഉടമയാക്കുന്നുണ്ട്, ശുക്രിനെ ഉടമയാക്കുന്നുണ്ട്. അപ്പൊ ശുക്രിനെ ഉടമയാക്കുക എന്ന് പറയുന്ന വഴി അത് ദമ്മിനെന്താക്കുന്ന ഉടമയാക്കുന്ന വഴിയല്ല, മറ്റു രണ്ടല്ലേ. വരി ഹാദ, അതുകൊണ്ട് തന്നെയല്ലേ ഇസ്താഖൽ വാസിഖു ശുക്രബി ഇൻആമി വഅസമ ബിമഅസിയത്തി എന്ന് പറയാൻ കാരണം, തമ്മാടിയായ ഒരാള് നന്ദിയെ ഉടമയാക്കി അവൻ നന്ദി ചെയ്യണം. എന്തുകൊണ്ട്? ഇൻആമി, അവൻ അനുഗ്രഹം ചെയ്തതുകൊണ്ട് അവൻ നന്ദിക്കും ഉടമയായി. വഅസമ, അവൻ ദമ്മിനെ ഉടമയാക്കുന്നുണ്ട്. ബിമഅസിയത്തി, അവൻ തെറ്റ് ചെയ്തതുകൊണ്ട്. അവിടോ അപ്പൊ തെറ്റ് ചെയ്തുകൊണ്ടാണ് ദമ്മിനെ ഉടമയാക്കുന്നത് മറ്റൊരു മാർഗം. അനുഗ്രഹം ചെയ്തു കൊടുത്തത് കൊണ്ടും ഇഹ്സാൻ ചെയ്തു കൊടുത്തത് കൊണ്ടും ശുക്രിനെ ഉടമയാക്കുന്നു എന്ന് പറഞ്ഞത് ഇൻആം കൊണ്ടുമാണല്ലോ. അവിടെ ഇഹ്സാൻ കൊണ്ടല്ല. അപ്പൊ രണ്ട് വഴിയല്ലേ. പിന്നെന്തിനാണ് മൻഫഅത്തിന് ഹസനത്ത് എന്ന് പറഞ്ഞ ഖൈദൊക്കെ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് പറയുന്നത്. ഇനി പറയാനുള്ളത് വഖ്തലഫു ഹൽ ലില്ലാഹി സുബ്ഹാനഹു വതആല നിഅമത്തുൻ അലാ കാഫിരിൻ ബിദ്ദുനിയാന. അതൊരു ചർച്ചയാണ്. ഈ പ്രപഞ്ചത്തിൽ, ആഖിറത്തിലില്ലല്ലോ, ഈ പ്രപഞ്ചത്തിൽ സത്യനിഷേധയുടെ മേൽ അല്ലാഹു തആല നിഅമത്ത് ചെയ്തു കൊടുക്കോ? അങ്ങനെ നിഅമത്ത് അല്ലാഹു തആലക്ക് ഉണ്ടോ ഇല്ലേന്നാണ്. അങ്ങനെ ഉണ്ടോ ഇല്ലേ എന്ന കാര്യത്തിൽ തർക്കമുണ്ട്. വഖീല, പറയപ്പെടുന്നുണ്ട് നഅം, അതേ, കാഫിറിന്റെ മേൽ ദുനിയാവിൽ അല്ലാഹു നിഅമത്ത് ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നാണ്. അലഹി, ഈ പറഞ്ഞ അഭിപ്രായത്തിന്റെ മേലാണ് അൽ ബാഖില്ലാനി, ഇമാം ബാഖില്ലാനി തങ്ങൾ നിൽക്കുന്നത്. ഫഖാറൽ ഫഖറുർ റാസി, എന്നാൽ ഫഖറുർ റാസി തങ്ങൾ അതിനെ കുറിച്ച് പറഞ്ഞത് ഇന്നഹുൽ അസ്വബു, അത് ഏറ്റവും യഥാർത്ഥമായതും അത് തന്നെയാണല്ലോ. കാരണം തെളിവുണ്ട്. ഫഖറുർ റാസി തങ്ങൾ പറഞ്ഞ തെളിവുണ്ട്. ഖൗലിഹി തആല, അല്ലാഹു തആല പറഞ്ഞതിന് വേണ്ടി, യാ ബനി ഇസ്രായീല ദുഖുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും, ബനി ഇസ്രായേലുകളെ, നിങ്ങളെ മേലിൽ ഞാൻ ചെയ്തെന്ന അനുഗ്രഹങ്ങൾ ഏതൊക്കെയുണ്ടോ ആ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾ ഓർത്തു നോക്കാണ്. അപ്പൊ ബനി ഇസ്രായേലുകളെ എന്ന് വിളിക്കുമ്പോൾ അവിടെ കാഫിറുകളുണ്ടല്ലോ. അപ്പൊ കാഫിറുടെ മേലും അല്ലാഹു തആല നിഅമത്ത് ചെയ്തു കൊടുക്കുന്നു, നിമത് കിട്ടൂലേ. പിന്നെ വദക്കറ ആയാത്തിൻ കസീറത്തുൻ മിന്ന ദലാലത്ത് ഫീഹാ ദലാലത്തുൻ ലിദാലിക. ഫഖറുർ റാസി തങ്ങൾ ഇതിന് തെളിവായിക്കൊണ്ട് ഒരുപാട് ആയത്തുകൾ പറഞ്ഞിട്ടുണ്ട്. ആ ആയത്തിലൊക്കെ ഈ പറഞ്ഞ കാര്യത്തിനെ അറിയിക്കുന്ന സംഗതിയും ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഖീല ഉണ്ട്, കാഫിറിന്റെ പേരിൽ നിഅമത്ത് അല്ലാഹു ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നാണ്. വഖീലല്ല, വേറൊരു അഭിപ്രായം പറഞ്ഞു, ഇല്ല, കാഫിറിന്റെ മേൽ അല്ലാഹു തആല നിഅമത്ത് ചെയ്തു കൊടുക്കണില്ല എന്നാണ്. എന്താ കാരണം?
ലിഅന്നഹു വഇൻ വസലത്ത് ഇലൈഹി നിഅമൻ, അനുഗ്രഹങ്ങൾ അവരിലേക്ക് എങ്ങാനും ചേർന്നു വരികയാണെങ്കിൽ, ലാകിന്നഹ, എങ്കിലും ആ അനുഗ്രഹങ്ങൾ ഖലീലത്തുൻ ഹഖീറത്തുൻ ലാ ഇഅ്തിദാദ ബിഹാ, വളരെ നിസ്സാരമായി കുറഞ്ഞതായിരിക്കും. അതുകൊണ്ട് പരിഗണനയുമല്ല വകവെക്കുന്നതുമല്ല, അങ്ങനെ ഉണ്ടാവുള്ളൂ. എന്തിന്? അദായിഹ ഇലൽ ദാഇമിൽ ആഖിറത്തി. അപ്പൊ അങ്ങനെ നിഅമത്ത് ചേർന്ന് വന്നാൽ അത് കുറവാണ്, അതുകൊണ്ട് പരിഗണനയല്ല എന്ന് പറയാൻ കാരണം, ആഖിറത്തിൽ കാലാകാലം ഒരു പ്രയാസത്തിലേക്ക് ആ നിഅമത്ത് അവരെ കൂട്ടുന്നുണ്ടല്ലോ. അവർ കാരണം വെച്ചിട്ടാണ് അത് വളരെ നിസ്സാരമായതും ചുരുങ്ങിയതുമാണ്, അതുകൊണ്ട് പരിഗണന അല്ല എന്ന് പറഞ്ഞത്. അപ്പൊ പഹിയ അള്ളാഹുത്തല ദുനിയാവിൽ അവർ ചെയ്തു കൊടുക്കുന്ന നിഅമത്ത് ഉണ്ടെന്ന് വന്നാൽ തന്നെ ആ നിഅമത്ത് വിഷമുള്ളതായിരിക്കുന്ന മധുരം പോലെയാണത്. ഹൽബ്, മധുരം. അപ്പൊ മധുരത്തിൽ വിഷം കലർത്തിയാൽ എങ്ങനെ ഉണ്ടാകും എന്നതുപോലെയാണ് ഇപ്പോ ഈ നിഅമത്ത് അവരെ സംബന്ധിച്ചിടത്തോളം എന്നാണ്. കാരണം കൊണ്ടല്ലേ ഖാലത്തആല, അല്ലാഹു തആല പറഞ്ഞത്, വലാ യഹ്സബന്നല്ലദീന കഫറൂ അന്നമാ നുംലീ ലഹും ഖൈറുൻ ലിഅൻഫുസിഹിം. കാഫിറുകളായ ആളുകൾ വിചാരിക്കണ്ട, നമ്മൾ അവർക്ക് നിറച്ചു കൊടുത്തതും ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളൊക്കെ, ആ സമ്പത്തൊക്കെ അത് അവർക്ക് ഗുണമാണ്, അവരുടെ നെഫ്സിന് ഗുണമാണെന്ന് അവർ വിചാരിക്കണ്ട എന്നുള്ള പറയാൻ കാരണം എന്താ? അപ്പൊ ആ നിഅമത്ത് ഇല്ല എന്നല്ലേ, ആ നിഅമത്ത് കൊണ്ട് വകവെക്കാൻ കഴിയൂല എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം എന്നായിപ്പോ. അപ്പൊ ചുരുക്കത്തിലൂടെ അഭിപ്രായങ്ങളുണ്ട്, ഉണ്ടെന്നും ഇല്ലെന്നും. എന്നാൽ ഖിലാഫു ലഫ്ളിയും, ഇവിടെ വന്ന അഭിപ്രായങ്ങൾ ആശയത്തിലല്ല ലഫ്ളിയായ അഭിപ്രായമുള്ളൂ. കാരണം ഇതിലാ നിസാബി വസുനി അമിൻ ഇലൈഹി, കാഫിറിലേക്ക് അല്ലാഹു തആല ചെയ്തു കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ ചേർന്ന വിഷയത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. അവന് തർക്കമുള്ളത് എന്താവ? ഇന്നമൻ നിസാബി അന്നഹ, നിശ്ചയമായിട്ടും ആ നിഅമത്തുകൾ ഇദാ ഹസല അഖിബഹ, ആ നിഅമത്തുകൾക്ക് ഉടനെ ദാലിക്കൽ ളററുൽ അബദിയു, കാലാകാലം ആഖിറത്തിലുണ്ടാവുന്നൊരു പ്രയാസം അത് ഉണ്ടായി വന്നാൽ, ഹൽ തുസമ്മ ഹീനൈദിൻ ബിൽ ഉർഫി നിഅമൻ ഔലാ, അങ്ങനെ വരികയാണെങ്കിൽ അത്തരമൊരു സാധാരണഗതിയിൽ അങ്ങനെ വരുമ്പോൾ ആ നിഅമത്തിന് നിഅമത്ത് എന്ന് പറയാൻ പറ്റോ ഇല്ലേ എന്നാണ്. ഫഹുവ, അങ്ങനെ വരുമ്പോൾ നിസാഉബി മുജറദി തസ്മിയത്തി, അങ്ങനെ ഒരു പേര് വെക്കുക എന്ന കാര്യത്തിലാണ് ഇപ്പൊ തർക്കമുള്ളത്. അപ്പൊ ആശയത്തിലല്ല തർക്കം, ലഫ്ളിയ തർക്കം എന്ന് പറയാൻ കാരണം അതാണ്. എന്നാൽ അവല ബഅദുൽ മുഹഖിഖീന നിഅമത ബി നഅമി കലാമിൽ മുസന്നിബി ഹുനാ ബിൽ ഇൻആമി, ഇവിടെ മുസന്നിബ് പറഞ്ഞ സംസാരം പോലത്തതിലൊക്കെ നിഅമത്തി എന്നതിനെ തഹ്ഖീഖിന്റെ പണ്ഡിതന്മാരിൽ ചില ആളുകൾ വ്യാഖ്യാനിച്ചത് ബിൽ ഇൻആമി എന്നാണ്. നിഅമത്തിന് അർത്ഥം നമ്മൾ വെച്ച മാതിരിയല്ല, ഇൻആമ്, അനുഗ്രഹം ചെയ്തു കൊടുക്കൽ കൊണ്ട് അർത്ഥം. അങ്ങനെ പറയാൻ കാരണം നദറൻ ഇലാ അന്നൽ ഹംദ അലൽ വസ്ഫിൽ ഖായിമി ബിദാതിഹി തആല ദാഇമിൽ മുസ്തമിറി, അല്ലാഹു തആലാന്റെ ദാത്തിൽ നിലനിൽക്കുന്ന മുറിയാതെ കാലാകാലം ഉണ്ടാകുന്ന ഒന്നും ഒഴിഞ്ഞു പോകൂല. ആ രീതിയിൽ തന്നെ വസ്ഫിന്റെ മേലുള്ള ഹംദ് അബിലഹു മിൻഹു അലാ അസരിഹിൽ വാസിൽ ഇലൈന, നമ്മളിലേക്ക് ചേർന്നുകൊണ്ടിരിക്കുന്ന അല്ലാഹു തആല നിഅമത്തിന്റെ ഫലങ്ങളുണ്ടല്ലോ, അതിന്റെ മേൽ ചെയ്യുന്ന ഹംദിനേക്കാൾ ഏറ്റവും മികവാണ് ഇവിടെ ഈ പറയുന്ന എന്നെന്നും നിലനിൽക്കുന്ന ദായിമായി നിൽക്കുന്ന വസ്തുവിന്റെ മേൽ അള്ളാഹനെ സ്തുതിക്കുക എന്നുള്ളത്. അതിലേക്ക് നോക്കുമ്പോൾ അള്ളാഹു തആല നിഅമത്ത് ചെയ്തു തരുക എന്നല്ലേ അർത്ഥം വെക്കേണ്ടത്. ആ നിലക്കാണ് ബഅദുൽ മുഹഖിഖീങ്ങൾ നിഅമത്തിന് ഇൻആം എന്ന് അർത്ഥം വെച്ചത്. വഅലം, നീ അറിയണം, അന്ന കുല്ലമാ യസ്ലുൽ ഖൽഖി മിന നഫ്ഇ വ ദഫ്ഇൽ ളററി മിൻഹു തആല, സൃഷ്ടികളിലേക്ക് ചേർന്നത് മുഴുവനും അത് ഉപകാരമായിരിക്കാം, അല്ലെങ്കിൽ എന്താ ഉപദ്രവം തടുക്കലായിരിക്കാം. അതൊക്കെ എവിടുന്ന് വരുന്നതാണ്? മിൻഹു തആല, അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്, അല്ലാതെ വേറെ ഒരാളിന് വരുന്നതല്ല. അമാ ഖാല സുബ്ഹാനഹു വ തആല, അങ്ങനെ അല്ലാഹു തആല പറഞ്ഞതിന് വേണ്ടി വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, നിഅമത്ത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ അതൊക്കെ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നാണ് എന്ന് പറഞ്ഞാൽ ആ ഇമ്മാ ലാഹിർ, ആ നിഅമത്ത് ഒന്നിരിക്കൽ ലാഹിറായിട്ട് എന്ന് മനസ്സിലാക്കാം. കൽ ഖൽഖി, സൃഷ്ടിപ്പ് പോലെ ലാഹിറാണല്ലോ. വ ഇമ്മാ ബാത്തിൻ, ഒന്നിരിക്കൽ ആ നിഅമത്ത് രഹസ്യമായിട്ടായിരിക്കാം, പ്രകടമാകൂല. അത് ഏതുപോലെ കൽ വാസിലത്തിൻ മിൻ ഗൈരിഹി ലാഹിറൻ, മറ്റുള്ളവരിൽ നിന്ന് പ്രകടമായി കൊണ്ട് ചേർന്ന് വരിക. അപ്പൊ മറ്റുള്ളവരിൽ നിന്ന് എന്താണ് ചേർന്ന് ഇങ്ങോട്ട് വരും, അത് രഹസ്യമായിട്ട് വരുന്ന ഒന്നാണ്. ലഹുമ, അവന് ലാഹിറായ നിഅമത്തിനെയും ബാത്തിനായ നിഅമത്തിനെയും സൃഷ്ടിക്കുന്നവൻ ആരാണ്? അള്ളയാണ്. ഒരു ദായത്തിൽ ഇൻആമി ഫീ ഖൽബിഹി ബിഹാ, അങ്ങനെ നിഅമത്തുകൾക്ക് പ്രേരണ നൽകുന്നതും അവന്റെ ഹൃദയത്തിൽ എന്ത് വേണം, അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യണം എന്നതുകൊണ്ട് അവന്റെ ഹൃദയത്തിൽ നിഅമത്തിനെ പ്രേരിപ്പിക്കുന്നതിനെയും
ഈ പറയുന്ന ലാഹിറായ നിഅമത്ത് ബാത്തിനായ നിഅമത്ത് ഇത് രണ്ടിനെയും സൃഷ്ടിക്കുന്നത് ആരാണ്? അള്ളയാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ ലാക്കിൻ ലമ്മ ഉജ്രിയത്ത് അലാ യദൈഹി, അങ്ങനെ അവന്റെ കൈ മുഖാന്തരം അതിനെ നടത്തുമ്പോൾ, ഈ നിഅമത്തിനെ നടത്തിയപ്പോൾ ഇഷ്താഖൻ ഔവ ശുക്രിൻ ബിഹ, അപ്പൊ ആ നിഅമത്തിനുണ്ട് നന്ദി രേഖപ്പെടുത്തണം. ആ നന്ദിയുടെ ഇനത്തെ അവൻ ഉടമയാക്കുന്നു. അള്ളാഹിന്റെ കഴിക്കാളൊക്കെ വരുന്നത് അവൻ അള്ളാഹു തആല ശുക്രിനെയും എന്താക്കും? ഉടമയാക്കും. പിന്നെ അമ്മ ഹഖീഖത്തു ശുക്രി, നന്ദി ചെയ്യുക എന്നതിന്റെ യഥാർത്ഥം വഹിയ ലഹു തആല, അത് ആർക്കുള്ളതാണ്? അള്ളാഹു തആലാക്ക് മാത്രമുള്ളത്, വേറെ ആർക്കും ഇല്ല. കാരണം ലിഅന്നഹുൽ മുൻഇമുൽ ഹഖീഖത്തി, യഥാർത്ഥത്തിൽ നിഅമത്ത് ചെയ്തു തരുന്നവൻ ആരാണ്? അള്ളയാണ്. വനിഅമഹു തആല ഗൈറു മുതനാഹിയത്തിൻ, എന്നാൽ അള്ളാഹു തആല ചെയ്തു തരുന്ന നിഅമത്തിന് വല്ല കണക്കും ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എവിടെങ്കിലും കമ്പ്യൂട്ടറിൽ കൂട്ടി ഇത്ര ചെയ്തു, ഇത്ര കൊല്ലം ചെയ്തു, ഇനി ഇത്ര ചെയ്യും എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? കഴിയൂല. അതാണ് അല്ലാഹു തആല നിഅമത്ത് അറ്റമില്ലാത്തതാണ്. അത് ഖുർആൻ തന്നെ വ്യക്തമാക്കുന്നുണ്ടല്ലോ. അള്ള ചെയ്തു തരുന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണുകയാണെങ്കിൽ അത് എത്രയെന്ന് കണ്ടി തിട്ടപ്പെടുത്തുവാനോ ക്ലിപ്തമാക്കാനോ സാധ്യമല്ല. എന്നാ പിന്നെ വല്ലി, എന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കൂ, സ്മരിക്കൂ എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടില്ലേ? ആ പറഞ്ഞ വാക്കി നിഅമത്തിനെ ഓർക്കൽ കൊണ്ടാണ് അള്ളാന്റെ ആജ്ഞ. അതെന്താ? അന്നഹ, നിശ്ചയമായിട്ടും ആ നിഅമത്ത് വഇല്ലം തതനാഹ ബിഇതിബാരിൽ അസ്ഹാസി വൽ അൻആഇ, ഇനങ്ങൾ, വ്യക്തികൾ എന്നിവരെ പരിഗണിച്ച് നോക്കുമ്പോൾ ആ നിഅമത്ത് അറ്റമല്ല. എന്നിരുന്നാലും ഇല്ലാ അന്നഹ മുതനാഹിയത്തും ബി അസ്മിൽ അജ്നാസി, എന്നാൽ വർഗം എന്നൊരു അടിസ്ഥാനം വെച്ച് നോക്കുമ്പോൾ നിഅമത്ത് അറ്റമാക്കാൻ കഴിയും. അങ്ങനെ മതിയാലോ. ഹക്കീമായ വിദഗ്ധനായ സൃഷ്ടാവായ അള്ള ഉണ്ട് എന്നതുകൊണ്ടുള്ള അറിവിന് മനസ്സിലാക്കി തരാൻ പറ്റുന്ന തദക്കുറിൽ അജിനാസം നൽകി നോക്കുമ്പോ ഇത്രയെന്ന് പറയാൻ കഴിയും. ആ ഒരു അറ്റം ഉണ്ടായാൽ തന്നെ ഉദുക്കുറു നിയമത്തിൽ പറയാലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെയായി. ഇനി അടുത്തതെന്താ? അസ്അലുൽ മസീദ മിൻ ഫദ്ലിഹി, അതാണ് ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത് വിശദീകരിക്കാം.